ജമാഅത്തെ ഇസ്ലാമി കാരണം വഴിതെറ്റിപ്പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഇന്നൊരു പ്രമേയം വന്നല്ലോ സമസ്തയുടെ. മൗദൂദിയൻ ആശയങ്ങൾ കാരണം ജമാഅത്തെ ഇസ്ലാമി കാരണം മുസ്ലിം യുവാക്കൾ വഴിതെറ്റി പോകുന്നു. അങ്ങനെ വഴിതെറ്റിയ ഒരു വ്യക്തിയാണ് ഞാൻ. നിരവധി സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ നിരീശ്വരവാദിയായി, പിന്നെ എങ്ങനെ വിശ്വാസിയായി, അതിനെക്കുറിച്ച് പറയണമെന്ന്. അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമായതുകൊണ്ടായിരിക്കണം ഞാൻ അത്ര ഒരു താല്പര്യം അതിനോട് കാണിച്ചില്ല. സമസ്തയുടെ അതേ വിഷയത്തിലുള്ള പ്രമേയം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. സാധാരണ മുസ്ലിം കുടുംബത്തിലെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിനോടൊപ്പം മദ്രസയിലും ചേർക്കും 4-5 വയസ്സുള്ള സമയത്ത്. മദ്രസ വിദ്യാഭ്യാസം ഒരു 7-8 വർഷം തുടരും. ഒരു 13-14 വയസ്സാകുമ്പോഴേക്കും മദ്രസ വിദ്യാഭ്യാസം 7ാം ഗ്രേഡ് വരെ എത്തും. നമ്മുടെ നാട്ടിൽ അതിനപ്പുറത്ത് മദ്രസ വിദ്യാഭ്യാസം പൊതുവിൽ കുറവാണ്. അതോടെ മദ്രസ വിദ്യാഭ്യാസം അവിടെ അവസാനിക്കും, സ്കൂൾ വിദ്യാഭ്യാസം തുടരുകയും ചെയ്യും. ഈ മദ്രസകളിൽ ബഹുഭൂരിപക്ഷവും അധ്യാപകരായി വരുന്നത് ഈ സമസ്ത അതുപോലുള്ള സംഘടനകളിലെ ഉസ്താദുമാരാണ്. കാര്യമായ യാതൊരു പരിശീലനമോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്ത ഇക്കൂട്ടരാണ് മിക്കവാറും മുസ്ലിം കുട്ടികളെ ഒരു 12, 13, 14 വയസ്സ് വരെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് പ്രധാനമായി അറബി അക്ഷരങ്ങൾ, പിന്നെ അത് ഖുർആൻ പാരായണ നിയമം, തജ്വീദ് എന്ന് പറയും. അതിനുശേഷം കർമ്മശാസ്ത്രം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പ് പിടിക്കണം, എങ്ങനെയാണ് ഒളു എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യം. ഇതിനപ്പുറം വിശ്വാസപരമായ കാര്യങ്ങളെ യുക്തിഭദ്രമായി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം മദ്രസകളിൽ എൻ്റെ കാലത്തില്ല, ഇപ്പോഴും എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഇല്ല. എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന ചോദ്യത്തിന് മദ്രസകളിൽ നിന്ന് ഉത്തരം കിട്ടില്ല. വിശ്വസിക്കണം അവിടെ അവസാനിക്കും മദ്രസകളിലെ മതപഠനം. എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കണം, എന്തുകൊണ്ട് പരലോകത്തിൽ വിശ്വസിക്കണം, എന്തുകൊണ്ട് മലക്കുകളിൽ വിശ്വസിക്കണം, എന്തുകൊണ്ട് പ്രവാചകനിൽ വിശ്വസിക്കണം എന്നതിനപ്പുറം ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മദ്രസകളിൽ നിന്ന് ഉത്തരം കിട്ടില്ല. പിന്നെ ഈ ഉസ്താദുമാരിൽ നല്ലൊരു ശതമാനം ആളുകൾ വളരെ മോശം റെക്കോർഡുള്ള ആളുകളാണ്. നല്ല എണ്ണം പറഞ്ഞ ക്രിമിനലുകൾ പോലും ഉണ്ട് ഇക്കൂട്ടരുടെ കൂട്ടത്തിൽ. ഇത് വെറുതെ പറയുന്നതല്ല, പല സ്ഥലത്തെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ടീനേജിൽ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു മുസ്ലിം കുട്ടിയുടെ മനസ്സിൽ അവരുടെ അവസ്ഥ 2 രീതിയായിരിക്കും. ഒന്നിൽ ഒരു കൂട്ടർ ഈ പഠിച്ചതിനൊക്കെ അന്ധമായി വിശ്വസിച്ച് ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ചോദ്യം ചെയ്യുന്ന, പഠിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും എപ്പോഴും സമൂഹത്തിൽ. ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവും. അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉസ്താദുമാരുടെ മറുപടി നിങ്ങളുടെ ഈമാൻ ശരിയല്ല, നിങ്ങൾ ഷെയ്ത്താൻ്റെ പിടിയിലാണ്, ഇത്തരം മറുപടികൾ മാത്രമായിരിക്കും. ഇത് ക്രമേണ ഇവരെ നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കും. കേരളത്തിലുള്ള നിരീശ്വരവാദികളിൽ നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ ആയത് അതിന് കാരണം മദ്രസയിൽ നിന്ന് ഉണ്ടാകുന്ന സമീപനവും അവിടെ നിന്ന് കിട്ടിയ മതവിദ്യാഭ്യാസവുമാണ്. മതം എന്ന പേരിൽ ഈ ആചാര അനുഷ്ഠാനങ്ങൾക്കപ്പുറം കുറേ വിഡിത്തവും കഥകളുമാണ് ശരിക്കും മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചതിനെക്കുറിച്ച് ഉസ്താദുമാരോട് ചോദിച്ചാണ് ഞാൻ പതുക്കെ നിരീശ്വരവാദത്തിലോട്ട് പോയത്. പിന്നെ ഒരു 6-7 വർഷത്തോളം അങ്ങനെയായിരുന്നു. ഇതിനിടയ്ക്ക് A.T. കോവൂരിൻ്റെയും ഇടമുറകിൻ്റെയും ഒക്കെ കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങൾ വായിക്കുകയും നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾക്ക് സ്പേസ് ഇല്ലാത്ത ഒരു മതമാണ്. ആ ഒരു ധാരണ എൻ്റെ മനസ്സിൽ ഉറച്ച ഒരു ഘട്ടത്തിലാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു സുഹൃത്ത് എന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ അവിടെ പോകാനുള്ള കാരണം അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്, മറുപടി ലഭിക്കും എന്ന ഒരു ഉറപ്പായിരുന്നു. അത് ഇടമുറകിൻ്റെ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന ബുക്ക് ഇറങ്ങിയ കാലമായിരുന്നു. അതിൽ നിന്ന് വായിച്ച ധാരാളം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം 7 മണിയോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ലാസ്സിൽ ആദ്യമായി 80കളുടെ പകുതിയിൽ ഞാനെത്തി. ആകെ 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഒരു ഖുർആൻ ക്ലാസ്സിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം. എൻ്റെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. പ്രവാചകൻ്റെ വ്യക്തിജീവിതവും വിവാഹവും, പ്രവാചക ജീവിതത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പ്രവാചകൻ സ്വന്തം ആവശ്യത്തിനനുസരിച്ച് ഖുർആൻ വചനങ്ങൾ അവതരിച്ചു എന്ന് പറഞ്ഞ് ഇറക്കി ആളുകളെ പറ്റിക്കുന്ന സാഹചര്യം, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഖുർആൻ ക്ലാസ് കഴിഞ്ഞു ചോദ്യം ചോദിക്കാനുള്ള അവസരം വന്നപ്പോൾ ഞാൻ ചോദിച്ചത് ജിഹാദിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഉസ്താദുമാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അവർ വളരെ ഒരു ഭീകര പ്രസ്ഥാനം എന്നായിരുന്നു. സായുധമായി അമുസ്ലിങ്ങളെ ആക്രമിക്കുന്ന, മുസ്ലിം പേര് മാത്രമുള്ള എന്നാൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു സംഘടന, അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ചിത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം ജിഹാദിനെ കുറിച്ചായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു വ്യക്തി അവൻ്റെ ഉള്ളിലെ തിന്മകൾക്കെതിരെ നടത്തുന്ന പോരാട്ടമാണ് ജിഹാദ്. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. എൻ്റെ മനസ്സിൽ വന്നത് ഇദ്ദേഹം എന്നെ പറ്റിക്കാണ്, യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു കള്ളക്കളി നടത്തുന്നു, അങ്ങനെ ഒരു ധാരണ. കാരണം എൻ്റെ
മനസ്സിലുള്ള ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള പിക്ചറുമായി യോജിക്കുന്നതായിരുന്നില്ല ആ മറുപടി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹം എന്നെ പറ്റിക്കാണെന്ന് കരുതി. അപ്പോൾ ഞാനൊരു ഉപചോദ്യം ചോദിച്ചു, ആയുധം എടുത്ത് ആക്രമിക്കുന്നത് ജിഹാദിൽ പെടുമോ? അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അല്പം ചില വിശദീകരണത്തിന് ശേഷം അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. ഒരു അമുസ്ലിം സഹോദരിയുടെ ജീവനോ അഭിമാനമോ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ആ ശ്രമത്തിനിടയിൽ നിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്താൽ നിങ്ങൾ മതത്തിനു വേണ്ടി മരിച്ച രക്തസാക്ഷിയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് അതിൻ്റെ പ്രവർത്തകർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ഭാഗമായിരുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി. ഏതായാലും ആദ്യത്തെ ദിവസം ഇദ്ദേഹം എന്നെ പറ്റിച്ചു എന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ തിരിച്ചുപോയി. തുടർന്നുള്ള ആഴ്ചകളിലും അവരെന്നെ ക്ലാസ്സിന് വിളിക്കുകയും ഞാൻ അവിടെ പോവുകയും നിരന്തരം ചോദ്യങ്ങൾ നിരവധി ചോദിക്കുകയും ചെയ്തു. ഉസ്താദുമാരെ അപേക്ഷിച്ച് അവർ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി നൽകി. മറുപടി തൃപ്തികരമായിരുന്നു എങ്കിലും അതെന്നെ പറ്റിക്കാനാണ് എന്നൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അത് ഖുറാനൊരു വിമർശന പഠനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായി. ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഖുറാനൊരു വിമർശന പഠനം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായി ഒരു പുസ്തകം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് വേണ്ടി കൊണ്ടുവന്ന റഹ്മാൻ സാഹിബ് എഴുതിയ യുക്തിവാദികൾക്കുള്ള മറുപടി, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ബുക്കിൻ്റെ പേര്, അതെനിക്ക് തോന്നുന്നു. ഞാൻ ആ ബുക്ക് മുഴുവനും വായിച്ചു. 2 ദിവസം കൊണ്ട് അത് മുഴുവനും വായിച്ചു തീർത്തപ്പോൾ എനിക്ക് അല്ലാത്തൊരു ആശയക്കുഴപ്പമുണ്ടായി. എനിക്കൊരു ഖുറാന വിമർശന പഠനം ഒന്നുകൂടെ വായിക്കണമെന്ന് തോന്നി. അതിൻ്റെ കാരണം നിരീശ്വരവാദികൾ അന്നും ഇന്നും പറയുന്നത് നിഷ്പക്ഷമായി ഒരു വിഷയത്തെ സമീപിക്കുകയും സത്യം നമ്മെ എങ്ങോട്ട് നയിക്കുന്നോ അവിടേക്ക് പോവുകയും ചെയ്യുക എന്നതാണ്. അതായിരുന്നു എൻ്റെയും നിലപാട്. നിരീശ്വരവാദികൾ പറയുന്നത്, പ്രത്യേകിച്ച് ഇടമുറക് ആ പുസ്തകത്തിൽ പറഞ്ഞത്, ഖുറാൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിൽ പറഞ്ഞത്, യാതൊരു മുൻവിധിയുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ ഒരു റിസൾട്ടാണ് എന്നാണ് ഞാൻ കരുതിയത്. രണ്ടാം വായനയിൽ എനിക്ക് ആ പുസ്തകത്തിനുള്ളിൽ തന്നെ നിരവധി വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ഒരെണ്ണം മാത്രം ഞാൻ പറയാം. അതിൽ പ്രവാചകനെ ഒരു സ്ത്രീലമ്പടനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നിരവധി ഭാര്യമാരും വെപ്പാട്ടിമാരും ഒക്കെയുള്ള വളരെ മോശമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ആയിട്ടാണ് പ്രവാചകനെ ഖുർആൻ ഒരു വിമർശന പഠനത്തിൽ അവതരിപ്പിക്കുന്നത്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിലെ ശിക്ഷയുടെ ക്രൂരത വ്യക്തമാക്കാൻ വേണ്ടി ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭം ധരിക്കുകയും പ്രവാചകന്റെ മുമ്പിൽ വന്ന് കുറ്റസമ്മതം നടത്തുകയും തൻ്റെ തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവം ഇടമുറക് പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു സംഭവം ഉള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ മറ്റ് സോഴ്സുകളിൽ നിന്നും പഠിച്ചു. അപ്പോൾ പ്രവാചകൻ ആ കുറ്റസമ്മതം നടത്തുന്ന സ്ത്രീയോട് മുഖം തിരിഞ്ഞിരിക്കുകയും ആ സ്ത്രീ വീണ്ടും മറുഭാഗത്തുകൂടി വന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കി തെറ്റ് ഏറ്റുപറയുകയും പ്രവാചകൻ വീണ്ടും വീണ്ടും അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ വന്ന് പ്രവാചകന്റെ മുമ്പിൽ വന്ന് തെറ്റ് ഏറ്റുപറയുകയും പ്രവാചകൻ നീ പോയി ഗർഭിണിയാണ് എങ്കിൽ പ്രസവം കഴിഞ്ഞ് വരാൻ പറയുക. അവർ പോവുകയും പ്രസവം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരികയും വീണ്ടും പ്രവാചകൻ അവരെ കുഞ്ഞിൻ്റെ മുലകുടി മാറിയിട്ട് വരാൻ പറയുകയും വീണ്ടും അവർ അങ്ങനെ പോവുകയും പ്രവാചകൻ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവർ നിർബന്ധപൂർവ്വം തെറ്റ് ഏറ്റുപറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു സംഭവം ചരിത്രത്തിലുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്, പ്രവാചകൻ സ്ത്രീലമ്പടനായിരുന്നുവെങ്കിൽ, അത്രയും മോശമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ, ആ സമൂഹത്തിൽ ജീവിച്ച ഒരു സ്ത്രീ, അതേ തെറ്റ് ചെയ്ത ഒരു സ്ത്രീ പ്രവാചകന്റെ മുമ്പിൽ വന്ന് കുറ്റസമ്മതം നടത്തുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അവിടെ ഒരു അയുക്തി വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി വൈരുദ്ധ്യങ്ങൾ ആ പുസ്തകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ഇടമുറക് നടത്തിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് റഹ്മാൻ സാഹിബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇവിടെ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. ഇടമുറക് സത്യം നയിച്ചിടത്തേക്കല്ല പോയത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നിടത്തേക്ക് വായനക്കാരനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. തികഞ്ഞ മുൻവിധിയോടെയാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത് എന്നെനിക്ക് നിസ്സംശയം ബോധ്യമായി. മാത്രമല്ല, ഇസ്ലാമിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച് ഞാൻ പഠിച്ചതല്ല യാഥാർത്ഥ്യമെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഖുർആനെയും ഇസ്ലാമിനെയും ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കി. അത് അവസാനിച്ചത് ഞാനൊരു വിശ്വാസി ആകുന്നതിലായിരുന്നു. പിന്നീട് ഇതുപോലെ നിരവധി യുവാക്കളെ എനിക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിൻ്റെ പരിസരത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത പോലുള്ള സംഘടനകളുടെ അധ്യാപകരിൽ നിന്ന് ഇസ്ലാം പഠിച്ച് നിരീശ്വരവാദികളായ ധാരാളം യുവാക്കൾ ജമാഅത്തെ ഇസ്ലാമിയിലൂടെയും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങളിലൂടെയും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയും വിധം ഇസ്ലാമിക വൈജ്ഞാനിക അടിത്തറ
ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സമസ്തയും അതിൻ്റെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള പ്രമേയവും ആണ് ഇന്നും ഇന്നലെയുമൊക്കെയായി മാധ്യമങ്ങളുടെ വലിയ ചർച്ച. ഈ സമസ്ത എന്താണ് മുതൽ എന്നുകൂടി അറിയാത്തവർ അറിയണം. കുറച്ചു നാൾ മുമ്പ് ഒരു പെൺകുട്ടി ഒരു അവാർഡ് വാങ്ങാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ഇവിടെ വലിയ കലാപമുണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. അങ്ങനെ നിരവധി പിന്തിരിപ്പൻ ആശയങ്ങളുടെ ഒരു കൂടാരമാണ് ആ പ്രസ്ഥാനം. പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് ഇക്കൂട്ടരെതിരായിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെതിരായിരുന്നു. ഖുർആന്റെ പരിഭാഷ എഴുതുന്നതിനെതിരായിരുന്നു. സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഇന്നും എതിരാണ്. ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളുമായി അന്നും ഇന്നും കാലം കഴിക്കുന്ന ഒരു കൂട്ടരാണ് ഈ സമസ്ത എന്ന് പറയുന്നത്. സാഹചര്യം എത്ര പ്രതികൂലമായാലും ഒരിക്കലും വർഗീയമായി ചിന്തിക്കരുത്. ഇത് ജമാഅത്ത് ഇസ്ലാമി ഒരു ബാലപാഠം പോലെ അതിൻ്റെ അണികളെ പഠിപ്പിക്കുന്നതാണ്. വർഗീയമല്ല എന്നതല്ല, ഒരിക്കലും വർഗീയമാകാൻ കഴിയാത്ത ഒരു പ്രകൃതമാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. അതുകൊണ്ടാണ് മാറാട് കലാപത്തിലെ പ്രതികളുടെ ലിസ്റ്റ് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് മതേതരത്വവും വർഗീയ വിരുദ്ധതയും ഒക്കെ പറഞ്ഞു നടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. പക്ഷേ അവിടെ ധാരാളമായുള്ള ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകനും മാറാടിലെ പ്രതി ലിസ്റ്റിൽ ഉണ്ടാവില്ല. മാറാട് മാത്രമല്ല, രാജ്യത്തെ ഒരു വർഗീയ കലാപങ്ങളിലോ സംഭവങ്ങളിലുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുടെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെയോ പേര് കാണാൻ കഴിയില്ല. അത് കേവലം യാദൃച്ഛികതയല്ല. പ്രത്യാഘാതം എത്ര ഗുരുതരമായാലും സത്യം മാത്രമേ പറയാവൂ. എത്ര വലിയ നേട്ടത്തിന് വേണ്ടിയായാലും അസത്യം പറയരുത്. ഇതും ഞാൻ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ്. കള്ളം പറഞ്ഞ് അത് പത്രക്കാർ വളച്ചൊടിച്ചു, മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന നേതാക്കളെ നമ്മുടെ രാഷ്ട്രീയത്തിൽ നമുക്ക് നിരന്തരമായി കാണാം. രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല, മത നേതാക്കൾ പോലും ഈ തന്ത്രം പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ എവിടെയും നിങ്ങൾക്ക് ഒരു ജമാഅത്ത് ഇസ്ലാമി നേതാവിനെ കാണാൻ കഴിയില്ല. അശരണരെ സഹായിക്കുന്ന വിഷയത്തിൽ മതം പരിഗണിക്കാനേ പാടില്ല. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി അതെങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് ബോധ്യമാകും. കേരളത്തിൽ നിരവധി മുസ്ലിം സംഘടനകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതൊരു അമുസ്ലിം സഹോദരനും വെള്ളിയാഴ്ച ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികളിൽ ചെന്നാൽ അതിനുള്ളിൽ ഒരുക്കിയിട്ടുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നേരിട്ട് കാണാനുള്ള അവസരമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വർഷങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ 75 വർഷത്തെ സ്വന്തം ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. മതത്തെ ജീവിതോപാധിയാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടർ. ജനങ്ങൾക്ക് മതബോധമുണ്ടായാൽ ഇവരുടെ ജീവിതം വഴിമുട്ടുമെന്ന് കൂട്ടർക്കറിയാം. അത് നേർക്കുനേരെ പറയാൻ കഴിയാത്തതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇത്തരം വ്യാജമായ ആരോപണങ്ങൾ ഇവർ എത്രയോ ദശാബ്ദങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയും ചാനലുകളും ഒക്കെ വന്നതുകൊണ്ട് അതിന് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടുന്നു എന്ന് മാത്രം. എന്തായാലും ഒരു കാലത്ത് ക്യാമറയെയും ടെലിവിഷനെയും ഒക്കെ ഹറാമാക്കിയിരുന്ന ഇക്കൂട്ടർ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും അതൊക്കെ ഉപയോഗിക്കുന്നത് കാണുന്നത് സന്തോഷമാണ്. ഒരു 50-60 വർഷം എപ്പോഴും പുറകിലായിരിക്കും ഇക്കൂട്ടർ. സമസ്തയുടെ പ്രമേയം പറഞ്ഞത് ശരിയാണ്. ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നെ വഴിതെറ്റിച്ചത്. അതിൽ ഞാൻ ഇന്ന് ആശ്വസിക്കുന്നു.